സാഹോദര്യത്തിലും സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന നമ്മുടെ നാടിൻ്റെ സ്വൈര്യ ജീവിതം തകർക്കുന്നത് മദ്യപ സംഘങ്ങളും ലഹരി മാഫിയുമാണ്. ഇതുപോലുള്ള ക്രിമിനൽ സംഘങ്ങളെ പേടിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. തിരുവനന്തപുരം കാരേറ്റ് പേടിക്കുളത്തുനിന്നുള്ള പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വീടിന് സമീപം മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിന് അയൽവാസിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പേടികുളം സ്വദേശി ബാബുവിനെ അയൽവാസി സുനിൽകുമാറാണ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം വീടിന് മുന്നിൽ വന്ന് സുനിൽകുമാർ മദ്യപിച്ച് ബഹളം വെച്ചത് ബാബു ചോദ്യം ചെയ്തിരുന്നു. ഇതിൻ്റെ വിരോധമാണ് അരുൺ കൊലയ്ക്ക് കാരണം. പേടികുളം സ്വദേശി 67-കാരനായ ബാബുവിനെയാണ് അയൽവാസി സുനിൽകുമാർ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 സുനിൽകുമാർ വീടിന് മുന്നിൽ വന്ന് ബഹളം വെച്ചത് ബാബു ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതനായ സുനിൽകുമാർ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ബാബുവിന്റെ കഴുത്തറുക്കുകയായിരുന്നു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ ബാബുവിനെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇഷ്ടിക ലോഡിംഗ് തൊഴിലാളിയായ ബാബു ഒറ്റയ്ക്കായിരുന്നു താമസം. ഇയാളുടെ ഭാര്യയും മക്കളും കല്ലറയിലുള്ള ഭാര്യാഗൃഹത്തിലാണ് താമസിക്കുന്നത്. പ്രതി പേടികുളം സ്വദേശി സുനിൽകുമാറിനെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രവാസിയായിരുന്ന സുനിൽകുമാർ തിരികെ നാട്ടിലെത്തിയതിനു ശേഷം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ആക്രമണത്തിനിടെ സുനിൽകുമാറിനും തലയ്ക്കു പരിക്കേറ്റു. ഇയാൾക്ക് പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് 18 ആറ്റിങ്ങൽ.